പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. ജെയ്സൺ ജോസഫിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അക്കാഡമിക് കോർഡിനേറ്ററെ ഇന്ന് രാവിലെ പൂട്ടിയിട്ടിരുന്നു. നടപടിയെടുത്തതോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചു. പിന്നെ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ഡിസ്മിസ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു. ഇല്ല, ഇപ്പോൾ കോളേജ് വരുന്നില്ലല്ലോ. അതെ, വിദ്യാർത്ഥി. ഇത് 3-ാം വർഷം. അപ്പോൾ അതിപ്പോൾ അറിയിക്കുമായിരിക്കാം. കാര്യം ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റ് ഫോർമാലിറ്റി അനുസരിച്ച് ചെയ്യും. അതിൻ്റെ പേപ്പറൊക്കെ ഉണ്ട്, അത് പ്രിൻസിപ്പൽ തയ്യാറാക്കുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ നടന്നത് മൗണ്ട് സിയോൺ മാനേജ്മെന്റ് യൂത്ത് കോൺഗ്രസ് ഗൂഢാലോചനയെന്ന് ജെയ്സൺ ജോസഫ് പറഞ്ഞു. താൻ കോളേജ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ തെളിവാണെന്നും ജെയ്സൺ ജോസഫ് 24-നോട് പറഞ്ഞു. നിയമപരമായി മുൻപോട്ട് പോകുന്ന വെച്ചാൽ ഇത് മാനേജ്മെന്റിന്റെയും ഈ മുൻ പ്രിൻസിപ്പാളിന്റെയും ഈ അധ്യാപകരുടെയും ഈ രശ്മി അധ്യാപകരുടെയും നിളയുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ട്രഷറർ ചെയർമാനായിട്ടുള്ള കോളേജാണ് ഈ മൗണ്ട് സിയോൺ ലോ കോളേജ് എന്ന് പറയുന്നത്. അത് UDFന്റെ ഭാഗമാണ്. അപ്പം ഈ മുൻ പ്രിൻസിപ്പൽ KJ രാജൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പം ഈ കോൺഗ്രസിന്റെയും ഈ പറയുന്ന മാനേജ്മെന്റിന്റെയും ഈ പ്രിൻസിപ്പാളിന്റെയും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുകാരിയായ പെൺകുട്ടിയുടെയും രാഷ്ട്രീയപരമായ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച കേസ് മാത്രമാണ്. അല്ല, ഇതിലൊരു വസ്തുതയില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ സുപ്രീം കോടതി ഉൾപ്പെടെ മുൻകൂർ ജാമ്യ ഹർജി ജെയ്സന്റേത് തള്ളിയിരുന്നു. എന്നിട്ടും പോലീസ് ഇയാളെ പിടികൂടാൻ തയ്യാറായിട്ടില്ല എന്നൊരു വലിയ ആരോപണമുണ്ട്. പോലീസ് ഇതിന് എന്താണ്, പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? മറ്റൊന്ന്, ജെയ്സൺ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? മർദ്ദിച്ചിട്ടില്ല എന്നതിന് CCTV ദൃശ്യങ്ങൾ തെളിവാണ് എന്ന് പറയുന്നു. തീർച്ചയായും ജേസൺ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ജേസൺ ഇതിനു മുൻപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിൽ ജേസൺ ഏറ്റവും എടുത്തു പറയുന്നത് കൃത്യം 1 മണിയോടുകൂടി ഈ പെൺകുട്ടിയെ, നിളാസ് പണിക്കർ എന്ന ഈ പെൺകുട്ടിയെ താനടങ്ങുന്ന SFI നേതാക്കൾ മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അത്തരത്തിലൊരു മൊഴിയാണ്, ഇടിവള കൊണ്ട് ഇടിച്ച് മൂക്കിന് ക്ഷതം വരുത്തി എന്നൊരു മൊഴിയാണ് ആശുപത്രി രേഖകളിലുള്ളത്, അല്ലെങ്കിൽ ആ പോലീസിനോട് ആ ഒരു ഘട്ടത്തിൽ കുട്ടി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 1:30 മണിയോടുകൂടി ഈ പെൺകുട്ടി അവിടേക്ക് നടന്ന് വളരെ ഒരു പരിക്കുമില്ലാതെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ജെയ്സൺ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. ജെയ്സൺ അതിൽ ഏറ്റവും പ്രധാനമായും ജെയ്സൺ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഹൈക്കോടതി തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മുൻ കേസുകൾ പരിഗണിച്ചാണ്. ആ മുൻ കേസുകൾ ഏതൊക്കെയാണെന്നാൽ അത് റാന്നി സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷവും അതുപോലെ തന്നെ സീതത്തോട് സഹകരണ സംഘം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷവുമാണ്. അത്തരത്തിലുള്ള കേസുകളാണ് തനിക്ക് തിരിച്ചടിയായത്. എന്തായാലും സുപ്രീം കോടതി തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയല്ല പരിഗണിച്ചത്, അത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആയിരുന്നു. അതായത് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്, ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് താൻ നൽകിയ പെറ്റീഷനായിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചത്. എന്തായാലും ആ പരിഗണിച്ചപ്പോൾ അത് ഇവിടെ തന്നെ തീർക്കണമെന്നാണ് പറഞ്ഞത്, അത് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് ജെയ്സൺ ജോസഫിന്റെ വാദമുള്ളത്. എന്തായാലും മൗണ്ട് സിയോൺ ലോ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ VJ രാജനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട സമരത്തിലും അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്കും താൻ കടന്നതിലെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ നിളാസ് പണിക്കരെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ഉപയോഗിച്ച് തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുന്നതെന്ന് ജെയ്സൺ ജോസഫ് പറയുന്നു. എന്തായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് ജെയ്സൺ അല്പസമയം മുൻപ് 24 ലോ കോളേജിലെ സംഘർഷത്തിൽ പ്രതിയായ ജെയ്സൺ ആണ് 24 സംസാരിച്ചത്. തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണ് എന്നതാണ് ജെയ്സന്റെ വാദം.